പ്രിയമുള്ളവരെ, വചനജ്വാല 1588 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 5 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 44 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവ് മാത്രം ദൈവം. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അരളികളും അതുപോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല. അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരുടെ സാക്ഷികൾ കാണുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് അവർ ലജ്ജിതരാകും. ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? അവർ ലജ്ജിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം. അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ. അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും. ഇരുമ്പ് പണിക്കാരൻ തീക്കനലിൽ വെച്ച് പഴുപ്പിച്ച് ചുറ്റികയ്ക്കടിച്ച് അതിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു. എന്നാൽ വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിക്കുന്നു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു. തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിടുന്നു. അവൻ തടി ചെത്തി മിനുക്കി മട്ടം വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ഒരു ആൾരൂപം ഉണ്ടാക്കുന്നു. അവൻ ദേവദാരു വെട്ടുന്നു, അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു. അവൻ ദേവദാരു നടുകയും മഴ അതിനെ പുഷ്ടി നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന്
ഫിലാഡൽഫിയയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ജോൺ നോയിമിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. വടക്കേ അമേരിക്കയിലെ ആദ്യ വിശുദ്ധനായ ജോൺ ചെക്കോസ്ലോവാക്യയിൽ ജനിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിനുള്ള വൈദികർ തൻ്റെ രൂപതയിലുണ്ടെന്ന കാരണം പറഞ്ഞ് മെത്രാൻ പട്ടം നൽകിയില്ല. പൂർണ്ണ ശരണത്തോടെ ന്യൂയോർക്കിലെത്തുകയും മറ്റ് പല വൈദികരുടെയും സഹായത്തോടെ മെത്രാപോലീത്തായുടെ വേണ്ട രീതിയിലുള്ള പരിശോധനകൾക്കും ചോദ്യം ചെയ്യലിനും ശേഷം പുരോഹിത പട്ടം നൽകുകയാണ് ഉണ്ടായത്. നായാഗ്ര പ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കാൽനടയായി യാത്ര ചെയ്ത് തൻ്റെ ആത്മീയ മക്കൾക്ക് ശുശ്രൂഷ ചെയ്തു. 42-ാം വയസ്സിൽ ഫിലാഡൽഫിയയുടെ മെത്രാനാക്കി ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും ക്രമപ്പെടുത്തി. 40 മണി ആരാധന ആദ്യമായി അമേരിക്കയിൽ ആരംഭിച്ചു. 49-ാം വയസ്സിൽ ക്ലേശകരമായ ജോലിഭാരം മൂലം ഫിലാഡൽഫിയയിലെ റോഡുകളിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ടുവീണ് മരിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് സ്തൂപസ്ഥനായ വിശുദ്ധ ശമയോനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. ആട്ടിടയനായിരുന്നു ശമയോൻ. അതിശൈത്യമുള്ള ഒരു ദിവസം ശൈത്യം സഹിക്കവയ്യാതെ അടുത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് പോയി. അവിടെ വെച്ച് 8 സുവിശേഷ ഭാഗ്യം വായിച്ചു കേട്ടു. ഈ ഭാഗ്യങ്ങൾ പ്രാപിക്കാനായി ഏകാന്തവാസവും തപസ്സും അനുഷ്ഠിക്കാൻ തുടങ്ങി. അരയിൽ ഒരു കയർ കെട്ടി മാംസം പഴുത്ത് ചീയും വരെ അത് അവിടെ കിടന്നു. മരുഭൂമിയിൽ 40 ദിവസത്തെ ഉപവാസവും 37 കൊല്ലം വെയിലും മഴയും കൊണ്ട് സ്തംഭങ്ങളിൽ ആരാധനയിൽ കഴിച്ചുകൂട്ടി. സ്തംഭവാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 71-ാം വയസ്സിൽ 3 ദിവസം സ്തംഭത്തിൽ നിശ്ചലനായി കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, മെത്രാനായ ജോൺ നോയിമിൻ്റെയും സ്തൂപസ്ഥനായ വിശുദ്ധ ശിമയോന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.